വളരെ പൗരാണികവും ഏകദേശം 1300ഓളം വർഷങ്ങൾ പഴക്കമുള്ളതായിട്ടുള്ള ഒരു ദേവീക്ഷേത്രം പാലക്കാട് ജില്ലയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടാണ്. ആ ക്ഷേത്രത്തിന് സമീപമായിട്ട് 2 വലിയ ജലാശയങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഏകദേശം വേനൽക്കാലത്ത് വെള്ളം ഭൂഗർഭജലമായിട്ട് ലഭിക്കുന്നൊരു ഇതാണ്. മീൻ വളർത്തലില്ല, അതിൽ മീൻ ഉണ്ട്, വളർത്തുന്നൊന്നുമില്ല. ക്ഷേത്രക്കുളമാണ്. ഇല്ല, ക്ഷേത്രക്കുളം ആയതുകൊണ്ട് ആരും പിടിക്കാൻ സമ്മതിക്കാറില്ല. ഇല്ല. അമൃത് സരോവർ, സംശയം ചോദിക്കാൻ വേണ്ടി. അമൃത് സരോവർ എന്ന് പറയുന്നതിനകത്ത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ SHG, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വനിതകൾ, ഇവരൊക്കെ മത്സ്യകൃഷി നടത്തി 6 മാസം കൂടുമ്പോൾ മത്സ്യങ്ങളെ പിടിച്ച് വിൽക്കും. അമൃത് സരോവർ പദ്ധതി അതിലൊരു കമ്പോണന്റ് ഇതാണ്. അപ്പോൾ അത് നമുക്ക് കുളത്തിൽ അനുവദിക്കാൻ പറ്റും. കുളത്തിലല്ല, ക്ഷേത്രം തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വളരെയധികം ഭക്തജനങ്ങൾ വന്ന പണ്ട് സാമൂതിരി രാജാവൊക്കെ വന്ന് ദർശിച്ച ഒരു ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ അത് നിലവിൽ വളരെ ജീർണിച്ചൊരവസ്ഥയിലും വളരെ പൊട്ടിപ്പൊളി അങ്ങനത്തെ. അപ്പോൾ അതൊന്ന് ഈ ഭക്തജനങ്ങളിലെല്ലാം ഒരാഗ്രഹമാണ്, അതൊന്ന് വളരെ ജീർണോദ്ധാരണം ചെയ്ത് പുനരുദ്ധാരണം ചെയ്ത് എടുക്കണം. പക്ഷെ ആരും കാലപ്പഴക്കം കൊണ്ടായിരിക്കും ആർക്കും സാധിക്കുന്നില്ല. ഇപ്പം നിലവിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ ഏതെങ്കിലും ഉൾപ്പെടുത്തി പദ്ധതിയിൽ ഇത് ഒരു മതത്തിന് അധികമായിട്ട് അങ്ങനെ ഇല്ല. ഇതിപ്പം ഒരു മുസ്ലിം പള്ളിയിൽ കുളം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കെട്ടി വൃത്തിയാക്കി തരണം, ഞങ്ങളെ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ് അവർ വരുന്നില്ല. അവർ വന്നാൽ ഈ നിയമം അവിടെയും അപ്ലൈ ചെയ്യും. ആരും ഇന്നുവരെ വന്നിട്ടില്ല. പിന്നെ ക്രിസ്ത്യൻ പള്ളികളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ജലാശയങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കുളം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവരും വന്നിട്ടില്ല. ക്ഷേത്രത്തെ സംബന്ധിച്ച ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം ആചാരത്തിന്റെ ഭാഗമാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ കേന്ദ്രത്തിന്റെ ഫണ്ട് എടുത്ത് പെരുമാറണമെങ്കിൽ അത് പൊതുസ്വത്ത് എന്ന് പറയുന്ന പ്രഖ്യാപനം വന്നാൽ മാത്രമേ ചെയ്യാനൊക്കൂ. അതിനകത്ത് ഒരു അന്യായവും ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഞാനും ഹിന്ദുവാണ്, ഞാനും ഭക്തനാണ്. അതിനകത്ത് ഒരു അന്യായവും ഇല്ല. കാരണം ആ കേന്ദ്ര ഫണ്ടെന്ന് പറയുന്നത് ഒരു ജനങ്ങളുടെ ഫണ്ടാണ്. എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ സാർ.